വിശാൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശാൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമുക്കെപ്പോഴും സഹായമരുളുന്ന ദൈവം, ആ ദൈവത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എല്ലാ തരത്തിലും തിന്മ കൊണ്ട് നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. ചുറ്റുപാടും എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ക്രൂരതയുടെ, തിന്മയുടെ, ദുഷ്ടതയുടെ സംഭവവികാസങ്ങളാണ് ദിവസവും നാം കേൾക്കുക. അതിനാൽ ഈ കാലഘട്ടത്തും അതുപോലെ വരാൻ പോകുന്ന ഉഗ്രപീഡനങ്ങളുടെ കാലഘട്ടത്തും നമ്മെ സഹായിക്കാനായി ദൈവം ഒത്തിരിയേറെ വഴികൾ നമുക്ക് തിരഞ്ഞെടുത്ത് നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ പല ടോക്കുകളിൽ ഞാൻ സന്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കർത്താവ് തരുന്ന സന്ദേശം പരിശുദ്ധ കന്യകാമാതാവ് ഹംഗറിയിലെ നത്താലിയ എന്ന് പറയുന്ന സിസ്റ്ററിന് നൽകിയ, ലോകത്തിന് നൽകിയ, സിസ്റ്ററിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളാണ്. അധികം ആർക്കും ഈ സന്ദേശത്തെക്കുറിച്ച് അറിവില്ലാന്ന് തോന്നുന്നു. ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈശോയും മാതാവും ഈ നത്താലിയ സിസ്റ്ററിലൂടെ നൽകിയ സന്ദേശങ്ങൾ നാം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പക്ഷം വലിയ വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനമായി അവിടെ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ലൂയിസ് മൗണ്ട്ഫോർട്ട് ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു വ്യക്തി എത്രമാത്രം മറിയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തിയെ പരിശുദ്ധ കന്യകാമാതാവ് ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു. വാസ്തവമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി എത്രമാത്രം മറിയത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ അത്രമാത്രം ആ വ്യക്തിയെ സാത്താൻ തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമാതാവിനെ പറ്റി എപ്പോഴൊക്കെ സന്ദേശം നൽകുന്നുവോ ചിലവരെങ്കിലും, പ്രത്യേകിച്ച് അന്യ ഡിനോമിനേഷൻപ്പെട്ട സഹോദരങ്ങൾ, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, ചിലവരെങ്കിലും സന്ദേശങ്ങൾ കേട്ടതിനെ ചോദ്യം ചെയ്യുകയും തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് സ്നേഹപൂർവ്വം ഞാനൊരു വാക്ക് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, കാര്യമറിയാതെ നിങ്ങൾ ഒരിക്കലും എടുത്ത് ചാടരുത്. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. നിങ്ങളായിരിക്കുന്ന ആ ഡിനോമിനേഷൻ്റെ ഉത്ഭവം എപ്പോഴാണ്, എങ്ങനെയാണ് ഉണ്ടായത്? ഒന്നെങ്കിൽ ആ വ്യക്തി തിരുസഭയുടെ കൽപ്പനകൾക്കും നിയമങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ തൻ്റേതായ ആത്മീയ അഹങ്കാരം വഴിയായി പുറത്താവുകയോ ചെയ്യപ്പെട്ടവരാണ്. അവരാണ് പിന്നീട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി രൂപപ്പെടുത്തി ഇങ്ങനെയുള്ളൊരു സിദ്ധാന്തം, ഇങ്ങനെയുള്ളൊരു ഡിനോമിനേഷൻ രൂപപ്പെടുത്തിയെടുത്തത്. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഒരൊറ്റ സഭ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. നമുക്കറിയാം. 2025 വർഷം പഴക്കമുള്ള ഈ കത്തോലിക്ക തിരുസഭ ആ സഭയുടെ നേതൃത്വത്തിലേക്ക് പത്രോസ്ലിഹായെ തിരഞ്ഞെടുത്ത് ഒരൊറ്റ സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ. അതിൽ നിന്നും പല കാരണങ്ങളാൽ വേർപെട്ടു പോയവരും പുറത്താക്കപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നാം ഈ കേൾക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ പറയുന്ന കാര്യങ്ങൾ എടുത്തു ചാടി വിധി പ്രസ്താവിക്കുകയോ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഫരിസേയർക്ക് സംഭവിച്ചൊരു അവസ്ഥയായിരിക്കും അവർക്ക് സംഭവിക്കുക. എന്തായിരുന്നു യഥാർത്ഥ ഫരിസേയർക്ക് സംഭവിച്ചത്? കർത്താവിൻ്റെ പിന്നാലെ അവർ പോയി. കർത്താവിൻ്റെ പിന്നാലെ പോയ ഭൂരിപക്ഷം ആൾക്കാരും
പാവങ്ങളും പാപികളും ആരുമാരുമില്ലാത്തവരും രോഗികളും പീഡിതരും എല്ലാം കർത്താവിൻ്റെ വചനം കേട്ട് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ ഈ ഫരിസയർ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടിയിട്ടല്ല പോയത്, എന്നാൽ കർത്താവ് എന്താണോ തെറ്റു പറയുന്നത്, എവിടെയാണോ മിസ്റ്റേക്ക് ഉള്ളത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. അവൻ്റെ അവസാനം അവരുടെ ഹൃദയം അങ്ങേയറ്റം കഠിനമാകുകയും കർത്താവിൻ്റെ ശാപം അവരുടെ മേൽ പതിക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യം മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും എടുത്തു ചാടുകയോ വിമർശിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് യാചിക്കുകയാണ്. അങ്ങനെ ഒരു ഫരിസേയർക്ക് സംഭവിച്ച ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, 1942 ഈശോയും മാതാവും പ്രത്യേകമായിട്ട് ലോകത്തിൽ, അന്ന് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്ത് ലോകത്തിൽ യുദ്ധം നടക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ തിന്മ നിറഞ്ഞ സമയം. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ നൽകിയ ചില സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അത് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക. നത്താലിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ ആ മകൾക്ക് ദർശനം നൽകി. ഈശോ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം ആ മകളോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ കുഞ്ഞെ, നിന്റെ മാതാവിനെ ലോകരാജ്ഞിയായി കാണുക. അവളെ സ്നേഹിക്കുകയും ശിശുസഹജമായ ശരണത്തിൽ അവളെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യുക. നിന്നിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഞാൻ ഇത് ആവശ്യപ്പെടുന്നു. ലോകത്തിനും ആത്മാക്കൾക്കും വേണ്ടി എൻ്റെ കൃപകൾ നിക്ഷേപിച്ചിരിക്കുന്ന വിമല ഹൃദയത്തെ ദർശിക്കുക. ഈ ഹൃദയം എൻ്റെ കൃപകളുടെ ഉറവയാണ്. ലോകത്തിന് ജീവനും വിശുദ്ധീകരണവും ഇവിടെ നിന്ന് ഒഴുകുന്നു. സ്വർഗപിതാവ് എല്ലാം എനിക്ക് നൽകിയതുപോലെ ഞാനും അപ്രകാരം ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും മേലുള്ള എൻ്റെ വിജയശക്തി എൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നൽകുന്നു. എൻ്റെ മകൾ വിശുദ്ധ മാർഗരീറ്റ മറിയത്തിലൂടെ ഞാൻ ലോകത്തിന് വലിയ വാഗ്ദാനങ്ങൾ നൽകി. എന്നാൽ എൻ്റെ അനന്ത നന്മയിൽ നിന്ന് ഇപ്പോൾ അതിലും കൂടുതലായി നൽകുകയാണ്. ജനം എൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രയോജനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയത്തെ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യണം. 9 വെള്ളിയാഴ്ചകൾക്ക് സമാന്തരമായി തന്നെ മുടക്കം കൂടാതെ 9 ആദ്യ ശനിയാഴ്ചകളിൽ വേണ്ട വിധത്തിലുള്ള ഒരുക്കത്തോടും പശ്ചാത്താപത്തോടും കൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഈ ഭക്തിയുടെ ഏറ്റവും വലിയ അടയാളമായിരിക്കും. അവർക്കുണ്ടായിരിക്കേണ്ട നിയോഗം എൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയത്തോടൊപ്പം എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുക എന്നതാണ്. ഈശോ പറഞ്ഞു, എൻ്റെ പ്രിയ കുഞ്ഞെ, ആരെങ്കിലും എന്നെ ദ്രോഹിച്ചാൽ ആ വ്യക്തി എൻ്റെ മാതാവിനെയും ദ്രോഹിക്കുന്നു. ആരെങ്കിലും എന്നെ ആശ്വസിപ്പിച്ചാൽ അതെൻ്റെ മാതാവിനെയും തത്സമയം തന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ മാതാവും ഞാനും സ്നേഹത്തിൽ ഒന്നാണ്. ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ വ്യക്തമായ രീതിയിലാണ് വളരെ വ്യക്തമായ രീതിയിലാണ് ഈശോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നതാണ്, വിശുദ്ധ മാർഗരീറ്റ മറിയത്തിലൂടെ ഈശോ 9 ആദ്യ വെള്ളിയാഴ്ചകൾ, ആ വെള്ളിയാഴ്ചകളിൽ അങ്ങേയറ്റം അനുതാപത്തോടും എളിമയോടും പശ്ചാത്താപ മനോഭാവത്തോടും കൂടെ തങ്ങൾ ചെയ്ത പാവങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം അനുതപിച്ചുകൊണ്ട് ഒരു നല്ല കുമ്പസാരം നടത്തി അന്നത്തെ ദിവസം അങ്ങേയറ്റം യോഗ്യതയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിനെതിരെ ചെയ്യുന്ന എല്ലാ നിന്ദ അപമാനങ്ങൾക്കും പരിഹാരമായി
ഇപ്രകാരം 9 വെള്ളിയാഴ്ചകൾ 9 ആദ്യ വെള്ളിയാഴ്ചകൾ മുടങ്ങാതെ ഇപ്രകാരം ചെയ്യുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങളുടെ വാഗ്ദാനങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ഈശോ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്നാൽ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു, പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, ഇപ്രകാരം നാം 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നത് പോലെ തന്നെ 9 ആദ്യ ശനിയാഴ്ചകളിലും നാം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിന് എതിരായി ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 5 ആദ്യ ശനിയാഴ്ചകളുടെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണല്ലോ. എന്നാൽ ആ 5 ശനിയാഴ്ചകളുടെ കൂടെ വീണ്ടും ഒരു 4 ശനിയാഴ്ചകളും കൂടെ ആഡ് ചെയ്ത് കൂട്ടിക്കൊണ്ട് മൊത്തം 9 ആദ്യ ശനിയാഴ്ചകളിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്നാപമാനങ്ങൾ പരിഹാരം ചെയ്യുക. എന്താണ് പ്രധാനമായിട്ട് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന നിന്നാ അപമാനങ്ങൾ? ആദ്യത്തെ ശനിയാഴ്ചകൾ, പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി ആദി പാപം ഇല്ലാതെ തന്നെ മാതാവ് ജന്മമെടുത്തു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും നമുക്കറിയാം സകല മനുഷ്യരിലും ആദിപാപം ഉണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരിലും ജന്മപാപമുണ്ട്. എന്നാൽ ജന്മപാപമില്ലാത്ത ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, പരിശുദ്ധ കന്യകാമാതാവ്. അതിൻ്റെ കാരണം ഇതാണ്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകയിൽ പാപത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് എങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് ജന്മമെടുക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ദൈവം പരിശുദ്ധ കന്യകാമാതാവിനെ സകല പാപങ്ങളിൽ നിന്നും, ഉത്ഭവപാപത്തിൽ നിന്നും മറ്റെല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തിയാക്കി എല്ലാ മനുഷ്യവർഗത്തിൽ നിന്നും പാപമില്ലാത്ത ഒരൊറ്റ വ്യക്തി പരിശുദ്ധ കന്യകാമാതാവ്. അപ്പോൾ ജനം അതിനെതിരെ ചെയ്യുന്ന പാപങ്ങൾ എല്ലാ പരിശുദ്ധയമ്മയും അവർ ഈ സത്യത്തിനെതിരെ, ഈ ഡോഗ്മയ്ക്കെതിരെ ചെയ്യുന്ന പാപങ്ങൾ, പറഞ്ഞു വരുത്തുന്ന സംസാരം, അവർ പറഞ്ഞു വരുത്തുന്ന അവരുടേതായ ചിന്താഗതികൾ, ഇതൊക്കെ വലിയ പാപമാണ്. അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന പാപമാണ്. രണ്ടാമതായി, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ നിത്യകന്യാത്വത്തിനെതിരെ പാപം. പരിശുദ്ധ കന്യകാമാതാവ് നമുക്കറിയാം പരിശുദ്ധാത്മാവ് വഴിയാണ് ഗർഭവതിയായത്. അതിനുശേഷം നിത്യമായ കന്യകയായി ജീവിച്ചു. വിശുദ്ധ ഔസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമാതാവും അവരുടെ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരു പിതാവ്, ഒരു മകള്, അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠൻ, ഇളയ പെങ്ങൾ, ഇതുപോലെ ഒരു വിശുദ്ധമായ ബന്ധമായിരുന്നു അവരുടെ ഇടയിൽ. തെറ്റായ ഒരു ചിന്ത പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ കന്യകാമാതാവ് നിത്യമായ നിത്യകന്യകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവ് നാസീർ വ്രതം സ്വീകരിച്ച ബ്രഹ്മചര്യവ്രതം എടുത്ത ഒരു വ്യക്തിയായിരുന്നു. ദൈവപ്രകാരമാണ് അവരെ ഒന്നിച്ചു കൂട്ടിയത്. അപ്പോൾ ഈ നിത്യകന്യാത്വത്തിനെതിരായി ചെയ്യുന്ന നിന്നാപമാനങ്ങൾ, അതാണ് രണ്ടാമത്തെ നിന്നാപമാനം. മൂന്നാമത്തേതാണ്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാതൃത്വത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ. പരിശുദ്ധ കന്യകാമാതാവിന് വീണ്ടും മക്കളുണ്ടായെന്നും ചില വചനങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഈശോയുടെ കസിൻസ് ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും പരിശുദ്ധ കന്യകാമാതാവിന് വീണ്ടും മക്കളുണ്ടായിരുന്നൊക്കെ പറഞ്ഞു പരത്തുന്ന ഇത്തരത്തിലുള്ള നിന്നാപമാനങ്ങൾ. ഇതാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മൂന്നാമത്തെ മാതൃത്വത്തിനെതിരായിട്ടുള്ള നിന്നാപമാനങ്ങൾ. നാലാമത്തേതാണ്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ
തിരുസ്വരൂപങ്ങൾക്കെതിരെയുള്ള നിന്നാപമാനങ്ങൾ, മൂർത്തി പൂജയാണ്, വിഗ്രഹാരാധനയാണ്. നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ നമ്മൾ ഓർമ്മയ്ക്കായിട്ടുള്ള ഫോട്ടോയൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുസ്വരൂപം നാം അമ്മയെ ഓർക്കുന്നതിനും അമ്മയെ വണങ്ങുന്നതിനും വേണ്ടിയിട്ടുമാണ്. അമ്മയ്ക്കൊരിക്കലും ആരാധന ആരും കൊടുക്കുന്നില്ല. ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മാത്രം. എന്നാൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ വണക്കം, ആദരവും ബഹുമാനം ദൈവത്തിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ. നോക്കുക, വിശുദ്ധ എലിസബത്തിന് പരിശുദ്ധ കന്യകാമാതാവ് സ്വന്തം മകളെ പോലെയാണ്. എത്രയോ പ്രാവശ്യം ആ വീട്ടിൽ വന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അമ്മയായി വന്നപ്പോൾ ആ എലിസബത്തിനുണ്ടായ അങ്ങേറ്റം ആദരവ് നോക്ക്. എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ പക്കൽ വരുവാനുള്ള യോഗ്യത എനിക്ക് എന്തെന്ന് പറഞ്ഞ് അവിടെ മുട്ടുകുത്തുകയാണ്, അമ്മയെ വാനോളം പുകഴ്ത്തുകയാണ്. അപ്പോൾ നാം പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും അർഹിക്കുന്ന ആദരവും ബഹുമാനവും സ്നേഹവും നൽകാൻ നാം ബാധ്യസ്ഥരാണ്. അത് നാം നൽകണം. അപ്പോൾ ഇപ്രകാരം ഇതിന് പരിശുദ്ധ കന്യകാമാതാവിന് തിരുസ്വരൂപങ്ങൾക്കെതിരെ ചെയ്യുന്ന നാപനങ്ങളാണ് നാലാമത്. അഞ്ചാമത്താണ് പ്രിയപ്പെട്ടവരെ, കൊച്ചു കുഞ്ഞുങ്ങളിൽ മാതാവിൻ്റെ ഭക്തി ചെലുത്തുന്നതിലുള്ള അശ്രദ്ധ ഇന്ന് മാതാപിതാക്കളിലും പലരിലുമുണ്ട്. ഈ പ്രകാരം നാം കാണിക്കുന്ന അശ്രദ്ധ. ഇന്ന് നമുക്ക് മാതാവിനുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക. ആരാണ് നമ്മളെ ആദ്യം മാതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജപമാലയെല്ലാം പഠിപ്പിച്ച്? നമ്മുടെ മാതാപിതാക്കളല്ലേ, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നമ്മുടെ സിസ്റ്റേഴ്സ്. എന്നാൽ ഈ മേഖലയിൽ ഇന്ന് പലരും അത്ര ശ്രദ്ധ കാട്ടാറില്ല. കുഞ്ഞുങ്ങളെ പഠനത്തിൽ എത്രമാത്രം ബുദ്ധിയിൽ വളർത്താവോ അതിലേക്കാണ് അവരുടെ ശ്രദ്ധ. അമ്മയിലേക്ക് നയിക്കുന്ന അമ്മയോടുള്ള ഭക്തി അവരിൽ ചെലുത്തുന്നതിന് അനേകർ ശ്രമിക്കും. നല്ലൊരു വിഭാഗം ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രമിക്കുന്നില്ല. ഇത് അമ്മയ്ക്ക് വലിയ ദുഃഖത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 5 ശനിയാഴ്ചകളിൽ എന്ത് ചെയ്യണം? ആദ്യ ശനിയാഴ്ചകളിൽ നാം നടത്തുന്ന കുമ്പസാരം, അന്നത്തെ ദിവസം നമ്മുടെ കുർബാന സ്വീകരണം, ഇവയെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന നിന്നാപമാനങ്ങൾ പരിഹാരമായി കാഴ്ചവെക്കണം. ഇനി അന്നത്തെ ദിവസം 4 ജപമാല അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന നിന്നാപമാനങ്ങൾ പരിഹാരമായി ചൊല്ലി സമർപ്പിക്കണം. അമ്മയോട് ചേർന്ന് അമ്മയെ വിളിക്കണം. അമ്മയെ ജപമാല ചെല്ലുമ്പോൾ അമ്മയെ കൂടെ ക്ഷണിക്കുക. തീർച്ചയായും അമ്മ നമ്മോട് കൂടെ വന്നത് ചെല്ലും. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, ഒരു 20 മിനിറ്റ് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ മുതൽ മഹിമയുടെ രഹസ്യങ്ങളുടെ അവസാനം വരെ ഓരോ രഹസ്യത്തിനും ഓരോ മിനിറ്റ് ധ്യാനിക്കുക, മൗനമായി ധ്യാനിക്കുക. ഉദാഹരണം, ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ കന്യകാമാതാവിനെ മംഗളവാർത്ത അറിയിക്കുന്നു, ധ്യാനിക്കുക. അതിനുശേഷം എലിസബത്ത് പുണ്യവതിയുടെ പക്കലേക്ക് പോകുന്നു. യാത്ര എങ്ങനെയുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്, അവയെപ്പറ്റിയൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ രഹസ്യങ്ങളിലും ഓരോ മിനിറ്റ് ധ്യാനിക്കുക ശ്രദ്ധാപൂർവം. ഇവയെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിനെതിരെ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്കായി കാഴ്ചവെക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മാസാദ്യ ശനിയാഴ്ച കുർബാന സ്വീകരിച്ച ശേഷം ഈശോ പറഞ്ഞു തന്ന ഈ പ്രാർത്ഥന ചെല്ലുക ഇപ്രകാരം: ഈശോയുടെ എത്രയും ദിവ്യഹൃദയമേ, അങ്ങേക്കെതിരായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും അങ്ങേ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഈ വിശുദ്ധ കുർബാന സ്വീകരണം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്രകാരം ചെല്ലുക. ചില മാസങ്ങളിൽ ആദ്യ ശനിയാഴ്ചയും ആദ്യ വെള്ളിയാഴ്ചയും അടുപ്പിച്ച് വരാറുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യ വെള്ളിയാഴ്ച ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി. എന്നാൽ ഒരാഴ്ച ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആദ്യ വെള്ളിയാഴ്ചയും ആദ്യ ശനിയാഴ്ചയും കുമ്പസാരിക്കുക. വരപ്രസാദത്തോടെ വേണം ഈശോയെ സ്വീകരിക്കാൻ എന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നാം ചെയ്യുന്ന പക്ഷം ഈശോ 33 വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്കായി നൽകിയിട്ടുള്ളത്. നമുക്കതിലേക്കൊന്ന് കണ്ണോടിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ മാതാവിൻ്റെ ഹൃദയത്തിലൂടെ അവർ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം
അപേക്ഷ പിതാവിൻ്റെ തിരുഹൃദയത്തിന് ചേർന്നതാണെങ്കിൽ നൊവേനയുടെ കാലയളവിൽ ഞാൻ അത് പ്രദാനം ചെയ്യും. നാം ചോദിക്കുന്നത് പ്രധാനമായും ആത്മീയ കാര്യങ്ങളായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ. അതുപോലെ ന്യായമായ ആവശ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. വീടില്ലാത്തവർക്ക് വീട് ചോദിക്കുക, അത് തെറ്റില്ല. നല്ലൊരു വലിയ വീട്, വലിയൊരു കാറ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ആത്മീയ അരൂപിയെ ബാധിക്കുന്നതായിരിക്കുന്നുണ്ട്, ആത്മീയ ജീവിതത്തെ എതിരായി ബാധിക്കുന്നതായതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് കിട്ടണമെന്നില്ല. എന്നാൽ ന്യായമായ ആഗ്രഹങ്ങൾ നമുക്ക് ചോദിക്കാം. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട തിന്മയിൽ നിന്ന് അകന്നു മാറി നന്മ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ജീവിതം, പ്രത്യേകിച്ച് വരാൻ പോകുന്ന കാലഘട്ടത്ത് നമുക്ക് എത്ര ആവശ്യമാണ്, അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. 2, അവർ ഓരോ സാഹചര്യത്തിലും എൻ്റെ മാതാവിൻ്റെ അസാധാരണമായ സഹായവും ഒപ്പം മാതാവിൻ്റെ അനുഗ്രഹവും അനുഭവിച്ചറിയും. നാം ഈ നൊവേന തുടങ്ങി ഈ 9 മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങളൊക്കെ യോഗ്യരായി തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3, സമാധാനവും ഒത്തൊരുമയും സ്നേഹവും അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആത്മാക്കളിൽ ആധിപത്യം പുലർത്തും. ഇന്ന് അതല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്? എത്ര കുടുംബങ്ങളിലാണ് സമാധാനമില്ലാത്ത അവസ്ഥ, ഐക്യമില്ലാത്തത്, ഒത്തൊരുമയില്ലാത്തത്. ദുരാരോപണങ്ങളിൽ നിന്നും ഇച്ഛാഭംഗങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും അവരുടെ കുടുംബങ്ങളെ ഞാൻ സംരക്ഷിക്കും. തിന്മയുടെ പ്രവൃത്തികളാണിതൊക്കെ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തിന്മയുടെ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഈ തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കും. ദമ്പതികൾ ഒന്നിച്ച് ജീവിക്കും. ഒരാൾ അകന്ന് മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. ഇന്ന് നോക്കുക, നിസ്സാര കാര്യത്തിൻ്റെ പേരിലല്ലേ ദമ്പതിമാർ അകന്നു പോകുന്നത്. എന്നാൽ ഈ നൊവേന ചൊല്ലി നാം പ്രാർത്ഥിക്കുന്നത് വഴി തീർച്ചയായും നാം അത്ഭുതം കാണും. അവരുടെ കുടുംബാംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യും. 7, ഗർഭിണികൾ എൻ്റെ മാതാവിൻ്റെ സവിശേഷ സംരക്ഷണം അനുഭവിക്കും. അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയും അവർ അപേക്ഷിക്കുന്നതെല്ലാം ലഭിക്കും. 8, പാവങ്ങൾക്ക് വസിക്കാൻ ഇടവും ഭക്ഷണവും ലഭിക്കും. 9, ഞാൻ അവരെ പ്രാർത്ഥനയും സഹനവും കാമ്യമായി കരുതാൻ ഇടയാക്കും. ദൈവത്തെയും സഹചരെയും സ്നേഹിക്കുവാൻ അവർ പഠിക്കും. 10, പാപികൾ വലിയ പ്രയാസം കൂടാതെ മനസ്സ് തിരിയും. ഈ നൊവേന അവർക്ക് വേണ്ടി മറ്റൊരു വ്യക്തി ചെയ്താലും അത് നടക്കും. 11, പാപികൾ അവരുടെ പഴയ അവസ്ഥയിലേക്ക് വീണു പോവുകയില്ല. അവർ പാപക്ഷമ സ്വീകരിക്കുക മാത്രമല്ല, അവരുടെ പൂർണ്ണ മനസ്താപത്തിലൂടെയും സ്നേഹത്തിലൂടെയും ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോഴുണ്ടായിരുന്ന നിർദോഷാവസ്ഥ പുനഃപ്രാപിക്കുകയും ചെയ്യും. എത്ര വലിയൊരു അനുഗ്രഹമാണ് നോക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിലോ ചുറ്റുപാടുകളിലോ ആരെങ്കിലും ദൈവത്തെ അറിയില്ലാത്ത പാപാവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നൊവേന സമർപ്പിച്ചിരുന്ന പക്ഷം അവർ മനസ്സ് തിരിയുക മാത്രമല്ല, പിന്നീട് അവസ്ഥയിൽ അവർ വീഴുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ജ്ഞാനസ്നാനത്തിലെ നിഷ്കളങ്കതയിൽ പ്രത്യേകിച്ച് കുട്ടികൾ ഈ നൊവേന അർപ്പിക്കുന്നവർ ഗൗരവ പാപത്താൽ മരണം വരെ എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുകയില്ല. 13, ആത്മാർത്ഥമായി അനുദപിക്കുന്ന പാപികൾ നരകത്തിൽ മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് പോലും രക്ഷപ്പെടും. നരകത്തിൽ വീഴുകയില്ല എന്ന് മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വരെ അവർ രക്ഷപ്പെടും. 14, മന്നോഷ്ണരായ വിശ്വാസികളെ തീക്ഷ്ണമതികളായ വിശ്വാസികളായി തീരുകയും സ്ഥിരോത്സാഹത്തോടെ മുന്നേറി പൂർണ്ണതയും വിശുദ്ധിയും ഹ്രസ്വകാലത്തിനുള്ളിൽ പ്രാപിക്കുകയും ചെയ്യും. 15, മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളോ ഈ നൊവേന പൂർത്തീകരിച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല.
എത്ര മാതാപിതാക്കൾ കരയുന്നുണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും. പലരും എൻ്റെ അടുത്ത് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. അച്ഛാ, എൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾ അത്ഭുതം കാണുന്നവരുടെ ജീവിതത്തിൽ. ധാരാളം യുവാക്കൾ സമർപ്പിത ജീവിതത്തിനുള്ള ദൈവവിളി സ്വീകരിക്കും. പൗരോഹിത്യം ഉൾപ്പെടെ. അവിശ്വാസികൾ വിശ്വാസികളായി തീരും. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട അലയുന്നവർ, വിശ്വാസത്തിൽ നിന്ന് വീണുപോയ കത്തോലിക്കർ സഭയിലേക്ക് തിരിച്ചു വരും. 18. പുരോഹിതരും കന്യാസ്ത്രീകളും അവരുടെ വ്രതവാഗ്ദാനങ്ങളിൽ വിശ്വസ്തത പാലിക്കും. അവിശ്വസ്തത കാണിച്ചവർ ആത്മാർത്ഥമായി അനുദപിക്കാനും മടങ്ങി വരുന്നതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടുവാനുമുള്ള കൃപ കൈവരിക്കും. മാതാപിതാക്കൾക്കും നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ സഹായം ലഭിക്കും. 20. ശരീരം ലോകത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടും. 21. അഹങ്കാരികളും ധിക്കാരികളും വിനയാന്വിതരാകും. ക്ഷിപ്രകോപികൾ സ്നേഹിക്കുന്നവരാകും. 22. തീഷ്ണമതികളായ ആത്മാക്കൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാധുര്യം അനുഭവിക്കും. അസ്വസ്ഥതയോ സംശയമോ അവരെ ഒരിക്കലും കഷ്ടപ്പെടുത്തുകയില്ല. 23. മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആത്മാക്കൾ മരണവേദനയോ സാത്താൻ്റെ ആക്രമണങ്ങളോ കൂടാതെ വേർപെടും. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണത്തിൽ അവർ പെടുകയില്ല. 24. മരണാസന്ന നിത്യജീവന് വേണ്ടിയുള്ള ഉൾക്കടമായ വാഞ്ച അനുഭവിക്കും. അങ്ങനെ അവർ എൻ്റെ ഹിതത്തിന് സ്വയം വിട്ടുതരികയും ഭൗമിക ജീവിതത്തിൽ നിന്ന് എൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ സംവഹിക്കപ്പെടുകയും ചെയ്യും. 25. അവസാന വിധി സമയത്ത് എൻ്റെ മാതാവിൻ്റെ അസാധാരണമായ സംരക്ഷണം അവർ അനുഭവിക്കും. 26. എൻ്റെയും എൻ്റെ മാതാവിൻ്റെയും സഹനങ്ങളുടെ നേർക്ക് അനുകമ്പയും സ്നേഹവും ഉണ്ടാകുന്നതിനുള്ള കൃപ അവർക്ക് ലഭിക്കും. 27. പരിപൂർണതയ്ക്കായി പരിശ്രമിക്കുന്നവർ എൻ്റെ മാതാവിൻ്റെ പ്രധാന പുണ്യങ്ങൾ, അതായത് എളിമയും സ്നേഹവും ശുദ്ധതയും ഒരു ആനുകൂല്യമായി സമ്പാദിക്കും. 28. ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതകാലം മുഴുവനും ബാഹ്യവും ആന്തരികവുമായ ഒരു ആനന്ദവും സമാധാനവും അവരെ അനുഗമിക്കും. പുരോഹിതർക്കൊരു പ്രയാസവും കൂടാതെ എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കും. 30. എന്നോടൊന്നിക്കുന്നതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ ഈ ഐക്യം അനുഭവിച്ചറിയുന്നതിനുള്ള കൃപ സ്വീകരിക്കും. ഈ ഐക്യം അർത്ഥമാക്കുന്നത് ഇനിമേൽ അവരല്ല ജീവിക്കുന്നത്, മറിച്ച് ഞാൻ അവരിൽ ജീവിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കും. എന്നുവെച്ചാൽ ഞാൻ അവരുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, ഞാൻ അവരുടെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നു, ഞാൻ അവരുടെ സേവനം ചെയ്യുന്നു, ഞാൻ അവരിലൂടെ സേവനം ചെയ്യുന്നു. അവരിൽ എന്താണ് നന്മ, എന്താണ് മനോജ്ഞം, എന്താണ് വിനയാന്വിത്വം, എന്താണ് വിലപ്പെട്ടത്, എന്താണ് പ്രശംസനീയം, അത് ഞാനാണ് എന്ന് അനുഭവിച്ച് മനസ്സിലാക്കും. സർവശക്തനായ സർവവ്യാപിയായ ഏക കർത്താവ്, ഏക ദൈവം, ഏക സ്നേഹം ആയിരിക്കുന്ന ഞാൻ. 31. ഈ നൊവേന പൂർത്തിയാക്കുന്നവരുടെ ആത്മാക്കൾ നിത്യതയിൽ എൻ്റെ മാതാവിൻ്റെ ഹൃദയത്തിന് ചുറ്റും വെളുത്ത ലില്ലികൾ പോലെയായിരിക്കും. 32. എൻ്റെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ഐക്യത്തിൽ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാടായ ഞാൻ എൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ നിത്യതയുടെ മഹത്വം ആർജിച്ച ഈ ആത്മാക്കളെ കണ്ടുകൊണ്ട് എന്നേക്കും ആനന്ദിക്കും. 33. പുരോഹിതാത്മാക്കൾ സദാ വിശ്വാസത്തിലും പുണ്യത്തിലും മുന്നേറും. പരിശുദ്ധ കന്യകാമാതാവ് പ്രകാരം പറയുകയുണ്ടായി: മാസാദ്യ ശനിയാഴ്ചകളിൽ നരക കവാടങ്ങൾ അടഞ്ഞു കിടക്കും. ആ ദിവസങ്ങളിൽ ആരും നരകത്തിൽ പോവുകയില്ല. ശുദ്ധീകരണ സ്ഥലത്തെ കവാടങ്ങൾ പക്ഷേ തുറന്നു കിടക്കും. ഇപ്രകാരം ധാരാളം ആത്മാക്കൾ സ്വർഗത്തിൽ എത്തിച്ചേരും. ഇതെൻ്റെ പുത്രൻ്റെ കരുണാനിർഭര സ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. ഇതെൻ്റെ വിമല ഹൃദയത്തെ വണങ്ങുന്ന ആത്മാക്കൾക്ക് പ്രതിഫലമായിരിക്കും.
ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന നാമത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഹംഗറിയിലെ സിസ്റ്റർ നത്താലിയായ്ക്ക് ദൈവം നൽകിയ പരിശുദ്ധ കന്യകാമാതാവ് നൽകിയ സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ തിരുസഭ 1954 12 പിയൂസ് മാർപ്പാപ്പ വഴിയായി അംഗീകരിച്ചതാണ്. സോഫിയ ഹൗസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുക. വളരെ ഉപകാരപ്രദമായിരിക്കും. ഏറെയേറെ സ്വർഗീയ സന്ദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പുസ്തകം. പ്രിയപ്പെട്ടവരെ, പലരും ക്രൂസൈഡ് പ്രാർത്ഥനകളും അതുപോലെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ അത് പ്രിൻ്റ് ചെയ്യുവാൻ ഓർഡർ കൊടുത്തിരിക്കുന്നു. ആവശ്യമുള്ളവർ വാട്സപ്പിൽ സന്ദേശം അറിയിക്കുക. 9823983790 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ സന്ദേശം അറിയിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.